ഹലോ എവരിവൺ ആൻഡ് അസ്സലാമു അലൈക്കും എവരിവൺ, വെൽക്കം ടു നിഷാനാസ് ടേസ്റ്റി ഹാർട്ട്. അപ്പോൾ ഇന്നൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോയിലേക്ക് പോകാം. കിലോ ഫിഷ് എടുത്തിട്ടുണ്ട്. ഇത് ചൂരമീനാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ തന്നെ സൂതമീൻ അല്ലെങ്കിൽ ടൂണ ഫിഷ് എന്നൊക്കെ പറയില്ല, ആ മീനാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞളിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്തിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. ശേഷം 1 മണിക്കൂറോളം ഞാനത് മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാനത് പൊരിച്ചെടുത്തത്. അതിന് ശേഷം ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. മൺചട്ടിയാണ് ഏറ്റവും ബെറ്റർ. അതിലേക്ക് ഞാൻ എള്ളെണ്ണയാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഇതിന് ഏറ്റവും ബെസ്റ്റ് എള്ളെണ്ണയാണ്. ഇനി അതില്ല എങ്കിൽ കുഴപ്പമില്ല, വെളിച്ചെണ്ണയും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു 5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കിയതിന് ശേഷം ഞാൻ കടുക് ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ മുഴുവനായിട്ട് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എണ്ണ അത്യാവശ്യം വേണം കേട്ടോ, അത് നിർബന്ധമാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ വേണമെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ഇടാം കേട്ടോ. പിന്നെ ഒരു കൈപ്പിടി നിറയെന്ന് പറയുന്നത് പോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള നമ്മളെ കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചിട്ട് അത് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇത്തിരി ഒരു സ്പൂണോളം വെളുത്തുള്ളിയുടെ പേസ്റ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒന്ന് മൂപ്പായി വരുമ്പോഴേക്കും ഞാൻ അതിലേക്ക് ഒരു ബൗളിൽ നിങ്ങൾ കാണുന്ന ഇത്രയും ഇഞ്ചി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 10-15 അല്ലി അത്യാവശ്യം വലുപ്പമുള്ള ക്ലോവ്സ് ഉണ്ടാവില്ല, അതുകൊണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എണ്ണയിലിട്ട് അതൊന്ന് വാടിയതിന് ശേഷം ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊതുവേ ഇതിൽ മല്ലിപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുകയാണ് കുറച്ചും കൂടെ തിക്കായിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ചെറിയ ജീരകത്തിൻ്റെ പൗഡറാണ് ഇതിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു പ്രത്യേക ടേസ്റ്റ് വരും. അത് അധികം ആരും ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇത് എനിക്ക് കണ്ടതെന്ന് വെച്ചാൽ എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരുപാട് ആളുകളുണ്ട്, ലക്ഷദ്വീപിലുള്ള ആളുകൾ. അപ്പോൾ അവർ കൊണ്ടുവരാറുണ്ട് ഈ മീൻ റെസിപ്പി, മീനച്ചാർ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരും. അപ്പോൾ അതിന് ഈ ഒരു ടേസ്റ്റാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇത് കൂടെ ഇട്ടപ്പോഴാണ് ആ ഒരു പ്രിഫർഡ് ടേസ്റ്റ് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇട്ട് നോക്കൂ കേട്ടോ, അത് സ്കിപ്പ് ചെയ്യണ്ട. ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റാണ് ചേർക്കാൻ പോകുന്നത്. ഇത് പുട്ടുപൊടിയാണ്. 1 ടീസ്പൂണോളം പുട്ടുപൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അച്ചാറൊക്കെ നന്നായിട്ട് തിക്കായി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുട്ടുപൊടി ചേർത്താൽ മതി. ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് ഉപയോഗിച്ച് നോക്കൂ. പൊതുവേ എസ്പെഷ്യലി മീനച്ചാർ അല്ലെങ്കിൽ ഇറച്ചി കൊണ്ടുള്ള അച്ചാറൊക്കെ ഉണ്ടാകുമ്പം കുറച്ച് തിക്കായി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി മുളക് പൊടി ചേർക്കും. അപ്പം ആ മുളക് പൊടി കൂടുതലാകുമ്പോൾ അത് എരിവക്കായി മാറുമല്ലോ. അപ്പോൾ അതിന് പകരമായിട്ട് ഇത് ചേർത്താൽ മതി. ഇടയ്ക്ക് ഞാൻ പച്ചമുളക് ചേർക്കാൻ പറഞ്ഞത് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇത്തിരി വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വിനാഗിറിൻ്റെ അളവ് എന്ന് പറയുന്നത് നിങ്ങളുടെ പുളിക്കനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പൊരിച്ച് വെച്ചിട്ടുള്ള മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മീൻ അത്യാവശ്യം ഉപ്പിട്ടിട്ടാണല്ലോ നമ്മൾ വറുത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പിടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം കടുകും ഉലുവയും കൂടെ വറുത്തതാണ് ഇത്. അതൊന്ന് പൊടിച്ചത് 2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഞാൻ ഒരു 3/4 ടീസ്പൂണോളം പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു മേൻപൊടിക്ക് എന്ന് പറയുന്നത് പോലെ ഇട്ട് കൊടുക്കുകയാണ്. അത് ഭയങ്കര ടേസ്റ്റ് കൊടുക്കും കേട്ടോ. നമ്മൾ മീനച്ചാറ് ഇറച്ചിയച്ചാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത്തിരി പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഈ സമയത്ത് ഇത്തിരി പുളി കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വിനേഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരിക്കലും ഇന്നും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. നാളെ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ഇത് ഓപ്പൺ ചെയ്ത സമയത്ത് ഇങ്ങനെയുള്ളത് കുറച്ചൊന്ന് കട്ടിയായിട്ടാണുള്ളത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കുറച്ചും കൂടെ വിനേഗർ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. പൊതുവേ ഈ എരിവും പുളിയൊക്കെ ഈ ഫിഷ് അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. ആ സമയത്ത് ഇങ്ങനെ തിക്കായിട്ടാണ് നമുക്ക് ഉണ്ടാവുക, കുറച്ച് ഇത്തിരി ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക. ആ സമയത്ത് നമ്മൾ വിനേഗറും അതുപോലെ തന്നെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഏതെങ്കിലും ബൗളിലൊക്കെ വെച്ചിട്ട് അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മൾ ബോട്ടിലാക്കിയിട്ട് സൂക്ഷിക്കാവുന്നതാണ്. ഏതിലേക്കും ചോറിലേക്ക് മാത്രമല്ല, ദോശ, ഇഡലി, ചപ്പാത്തി, പൊറോട്ട എല്ലാത്തേക്കും ഈ ഒരു ഫിഷ് പിക്കിൾ വളരെ സൂപ്പറായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കും. ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇനി പുതിയ വീഡിയോ സെറ്റ് വീണ്ടും കാണാം. വൺസ് അഗൈൻ ഇറ്റ്സ് മീ നിഷാന. താങ്ക് യു സോ മച്ച്.